ഇടുക്കിയിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. നെറ്റിക്കുടി റോഡിൽ കാട്ടുകൊമ്പൻ വാഹനം ആക്രമിച്ചു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപത്താണ് ഗ്യാസ് ലോറിയുടെ ചില്ല് തകർത്തത്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, കഴിഞ്ഞ ദിവസങ്ങളിലും പടയപ്പയുടെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഒരു ആക്രമണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പടയപ്പ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം നെറ്റിക്കുടിയിൽ വെച്ച് ഒരു ഗ്യാസ് ലോറി ഗ്യാസ് കൊണ്ടുവന്ന വാഹനം ആക്രമിച്ചത്. ആ ഗ്യാസ് കൊണ്ടുവന്ന ലോറിയുടെ മുൻഭാഗം ചില്ലും അതോടൊപ്പം തന്നെ മുൻഭാഗം ഏതാണ്ട് തകർത്ത നിലയിലാണ്. കൊമ്പുകൊണ്ട് കുത്തുകയും തുമ്പിക്കൈക്ക് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് RRT സംഘം എത്തുകയും അവിടെ നിന്ന് വലിയ തോതിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് പടയപ്പ പിന്നീട് കാട്ടിനുള്ളിലേക്ക് പോയത്. ഇന്ന് രാവിലെയും പടയപ്പ മാട്ടുപ്പെട്ടി റോഡിൽ തമ്പടിച്ച് ഈ ലയങ്ങൾക്ക് സമീപത്തുള്ള ഏരിയയിലൊക്കെ വലിയ തോതിൽ ആക്രമണ സ്വഭാവം കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ ഇത്തരം ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രികരായിട്ടുള്ള ആളുകളെ പടയപ്പ ആക്രമിച്ച ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് സംഭവം. നെറ്റിക്കുടി റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാട്ടുകൊമ്പൻ ഈ നെറ്റിക്കുടിയിൽ നിന്ന് കടന്നു വന്ന ലോറി അതിനു മുമ്പ് ചില്ല് പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ മുൻവശം തകർക്കുകയും ചെയ്ത അവസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ടെമ്പോ ട്രാവലർ ദേവികുളം റോഡിൽ തന്നെ ടെമ്പോ ട്രാവലർ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മതപ്പാടിലാണ് പടയപ്പ. വളരെ ജാഗ്രത പുലർത്തണമെന്നുള്ളത് വനംവകുപ്പുള്ള ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാരികളും വളരെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RRT സംഘം 5 പേരടങ്ങുന്ന RRT സംഘമാണ് ഈ പടയപ്പനെ നിരീക്ഷിക്കുന്നതിനായി ഉള്ളത്. പക്ഷേ ഈ സമയത്ത് പലപ്പോഴും പടയപ്പ മറ്റ് ഇടങ്ങളിലേക്കും ദേശീയപാതയിലേക്കും അടക്കം കടക്കുന്നുണ്ട്. അതൊക്കെയും വലിയ തോതിൽ ഈ RRT സംഘത്തിന് ദുഷ്കരമായ ഒരു പ്രവൃത്തിയായി വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇതുവഴിയുള്ള യാത്രകൾ, മൂന്നാർ പല മേഖലകളിലൂടെയുള്ള യാത്രകൾ എന്ന് വേണം ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഇത് സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ശരി ആൽവിൻ.